ഷബാനാസ് കിച്ചണിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ചിന്തിക്കേണ്ട മൺചട്ടിയിൽ വെള്ളം ഒഴിച്ചിട്ട് എന്താ പരിപാടി എന്നല്ലേ. പണ്ട് കാലങ്ങളിലൊക്കെ മൺചട്ടി മയക്കിയെടുക്കാൻ നമുക്ക് കഞ്ഞിവെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടാണ് ചെയ്യുക. ഇപ്പോഴത്തെ മൺചട്ടിയൊക്കെ ഇങ്ങനെയാണ്. ഒന്നില്ലെങ്കിൽ ചുടുവെള്ളത്തിൽ മുക്കിയെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ചുടുവെള്ളം അതേപോലെ മൺചട്ടിയിൽ ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക. ഏതായാലും മൺചട്ടിയിൽ ചുടുവെള്ളം ഒഴിച്ച് തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ട്രിക്സും കൂടി കാണിച്ചു തരാം. കുറേ പേർക്കുണ്ടാവും അതേപോലെ നല്ല പാത്രങ്ങൾ വാങ്ങിയിട്ട് സീലിങ്ങനെ പോവാതെ ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഞാൻ ഇതേപോലെ കുറച്ച് പാത്രങ്ങൾ എടുത്തിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചൂടുവെള്ളത്തിൽ. അതിന് ശേഷം നമുക്ക് ഇതേപോലെ നീക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വരും കേട്ടോ. ചൂടാക്കിയിട്ട് എടുക്കുന്ന രീതിയിലുള്ള പാത്രങ്ങളാണെങ്കിൽ നമുക്ക് ചൂടാക്കിയതിന് ശേഷം ഒന്ന് പറിച്ചെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് ഇളകി കിട്ടും. അല്ലെങ്കിൽ ഇതേപോലെ ഇതിലിട്ടിട്ട് 2 മിനിറ്റിന് ശേഷം നമുക്ക് എടുത്ത് നോക്കി കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു ഇതേപോലെ സ്കെയിൽ വെച്ചിട്ടൊന്ന് ചുരണ്ടി എടുക്കുക കേട്ടോ. കത്തിയുടെ ബാക്ക് ഭാഗം കൊണ്ടോ അങ്ങനെ ഷാർപ്നെസ് ഇല്ലാത്ത ഭാഗം കൊണ്ട് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ചുരണ്ടി എടുക്കുക. അപ്പോൾ ഇതിൽ സ്ക്രാച്ച് വീഴാത്ത രീതിയിൽ ചുരണ്ടി എടുക്കണം. പിന്നെ അതിൻ്റെ പശ അംശങ്ങൾ അവിടെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചെറുതായിട്ടും ചുരണ്ടി എടുത്തതിന് ശേഷം നമുക്ക് ടവൽ വെച്ച് തുടച്ച് നീക്കുക. തുടച്ച് നീക്കിയിട്ടും പോയില്ലെങ്കിൽ നമുക്ക് ഒന്ന് സോപ്പിട്ട് 2 പ്രാവശ്യം ഒന്ന് ബ്രഷ് ചെയ്താൽ മതി. കറക്റ്റായി കിട്ടിക്കോളൂ കേട്ടോ. ഇതൊരു നല്ലൊരു ഭംഗിയുള്ള കുപ്പിയാണ് കേട്ടോ. അത് ഞാൻ ഇതേപോലെ സീല് മാറ്റിയപ്പോൾ അതേപോലെ അതിൻ്റെ പശയൊക്കെ ഒട്ടിയിട്ട് ഒരു ഭംഗിയില്ലാത്ത പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ കുപ്പി നമുക്ക് നല്ല ചൂടുവെള്ളത്തിലിടരുത്. ലൈറ്റായിട്ട് നമ്മൾ മുക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ നമുക്കൊന്ന് ചുരണ്ടിയെടുക്കുക. അതും നല്ല വൃത്തിയായി കിട്ടുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ട്രിക്സ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നോ? അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.